മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോൾ കരഞ്ഞു. എന്താ കരഞ്ഞത്? ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഈ ഖബർ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒന്നാമത്തെ പരലോകത്തെ വീടാണ്. അവിടെ രക്ഷപ്പെട്ടാലേ രക്ഷപ്പെടുള്ളൂ. അവിടെ ശിക്ഷിക്കപ്പെട്ടാൽ അദാബായിരിക്കും. അതോർത്താ ഞാൻ കരയുന്നത്. മദീനയിലെ ബഖീഉൽ ഖർഖദിലേക്ക് നബി തങ്ങൾ ഒരു ജനാസനെയും എടുത്തുകൊണ്ടുപോയി. ഖബറിന്റെ പണി കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലത്തെ മാതിരി ഖബർ പണി കഴിഞ്ഞിട്ട് കൊണ്ടുപോകില്ല, വേഗം എടുത്ത് കൊണ്ടുപോവാണ് ജനാസ മറവ് ചെയ്യാൻ. ഖബറിന്റെ പണി അങ്ങ് ഫുള്ളായിട്ടില്ല, അവിടെ സൈഡിലേക്ക് വെച്ചു. നബി തങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിക്കണം, തൻ്റെ ചുമലിലേക്ക് ഇങ്ങനെ ഒരു പക്ഷി വന്നിരുന്നാൽ പോലും അത് എണീറ്റ് പോകാത്ത ഒരു ശ്രദ്ധിച്ചിരിക്കുമ്പോ സഹാബത്തിനോട് പറയാണ്, യാ ഇഖ്വാനീ ഇതുപോലെ ഒരു ദിവസം വരാനുണ്ട്, എല്ലാവരും സന്നദ്ധരായിക്കോളൂ, ഒരുങ്ങി തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഫബക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ആ ഖബറിങ്ങയിരുന്ന് കരഞ്ഞു. ഹത്താ ബല്ലത്തറാ, താടിരോമങ്ങളിലൂടെ കണ്ണീരൊഴുകി. ഇരുന്ന മണ്ണ് വരെ നനയാൻ മാത്രം ഖബർ കണ്ട് കരഞ്ഞവരാണ് മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ടവരായ നമ്മുടെ നേതാക്കന്മാരെ.